ശ്രീ രാജേഷ് പിള്ള, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഇന്ത്യയിലെ മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തി പഹൽഗാമിൽ ജാതി തിരഞ്ഞും അതുപോലെ തന്നെ വർഗീയമായ സംഘർഷമുണ്ടാക്കാനും രാഷ്ട്രീയമായ ചേരിതിരിവുണ്ടാക്കാനും, എന്തിനേറെ പറയുന്നു, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും രാജ്യത്തിനെതിരെ ഒരു വിഷയം വന്നാൽ, രാജ്യത്തിനെ വേദനിപ്പിക്കുന്ന, ജനങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളൊരു സന്ദേശം ഭീകരർക്കും അതുപോലെ തന്നെ ലോകത്തിനും നൽകാനായി നമുക്ക് ഇതിലൂടെ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു, പാകിസ്ഥാന്റെ പ്ലാൻ, പദ്ധതി അതൊക്കെ തന്നെ ഇല്ലാതായി പോയി എന്നല്ലേ പറയേണ്ടത് പഹൽഗാമിൽ? ഇതിൽ ഒരല്പം വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പം ശ്രീ വി ഡി സതീശൻ്റെ പ്രസ്താവന വളരെ സ്വാഗതാർഹമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ അതിനെ വേണമെങ്കിൽ റൊമാൻറ്റിസൈസ് ചെയ്ത് സംസാരിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഒരു കോൺഗ്രസ് നേതാവ് നേരത്തെ നടന്ന ബാലാക്കോട്ട് പോലെയുള്ള ആക്രമണങ്ങൾക്കാണെന്ന് തോന്നുന്നു, ഉറി ആക്രമണത്തിനുമൊക്കെ തെളിവ് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ മാത്രമല്ല, മേഘാലയയുടെ CM കോൺറാഡ് സാങ്മ അദ്ദേഹം ഇന്ന് രാവിലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ സ്റ്റാൻഡ്സ് ടുഗദർ, ഇന്ത്യ നോസ് ആൻഡ് ഇന്ത്യ വിൽ അവെഞ്ച്, ഇന്ത്യ പ്രതികാരം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. MK സ്റ്റാലിൻ അദ്ദേഹവും എക്സിൽ കുറിച്ചിട്ടുണ്ട്, ഭാരതവും നമ്മുടെ സേനയോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ. വളരെ നല്ല കാര്യമാണ്. ആദിത്യം പറഞ്ഞ രണ്ടാമത്തെ ഭാഗം വളരെ കറക്റ്റാണ്. ഭാരതത്തിനുള്ളിൽ വലിയ തോതിൽ ഇതൊരു വിഭാഗീയത ഉണ്ടാക്കുമെന്ന് പലർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഭാരതത്തിനുള്ളിൽ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു, പാകിസ്ഥാൻ പതാക താഴെ റോഡിൽ ഒട്ടിച്ചത് എടുത്ത് വലിച്ചു മാറ്റുന്നവരെ, പാകിസ്ഥാന് വേണ്ടി. ഇന്നിപ്പോൾ രാവിലെ ഞാൻ പാകിസ്ഥാനെ അനുകൂലിച്ച് മലയാളത്തിൽ ഫേസ്ബുക്കിലെ ചില പോസ്റ്റുകൾ കാണാനിടയായിട്ടുണ്ട്. പക്ഷേ ഉണ്ട്. പക്ഷേ അതിനപ്പുറം ഭാരതത്തിനുള്ളിൽ വലിയ തോതിൽ ഹിന്ദു മുസ്ലിം ഒരു റയറ്റ് ഉണ്ടാകുമെന്നോ വലിയ വിഭാഗീയത ഉണ്ടാകുമെന്നൊക്കെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. ഈ രാജ്യം ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം. പക്ഷേ മറുവശത്ത് പാകിസ്ഥാനിൽ അതല്ല സ്ഥിതി. പാകിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി BLA, ഖൈബർ പഖ്തൂൺഖ്വ, അവിടെ ഉള്ള വിഘടനവാദികൾ, അതായത് TTP ആണ്, തെഹ്രീക്കെ താലിബാനാണ്. അഫ്ഗാനിസ്ഥാനിൻ്റെ സഹായത്തോടു കൂടി പാകിസ്ഥാനെതിരെ അവർ യുദ്ധം ചെയ്യുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അവിടുത്തെ പോരാളികൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ അതിർത്തിയിലുള്ള സൈന്യത്തെയാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ മാറ്റിയിരിക്കുന്നത്. അവിടെ ഓടിച്ചിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുകയോ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ ഈ ഒരു വിഷയത്തിലെന്നല്ല, ഒരു വിഷയത്തിലും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഭാരതം നമ്മൾക്ക് ഈ പറയുന്ന എല്ലാ വിഭാഗീയത, രാഷ്ട്രീയമായും ആശയപരമായിട്ടുമുള്ള എല്ലാ വിഭാഗീയതയും മറന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും മനോഹരമായ ഒരു കാര്യം. അതും ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ജാതിയൊന്നും ചോദിച്ചില്ല, ഒരാൾ ബ്രാഹ്മണനാണോ OBC ആണോ എന്നൊന്നും ചോദിച്ചില്ല, മതമാണ് ചോദിച്ചത്. ആ മതം ചോദിച്ച് നടന്ന ഒരു ഭീകരാക്രമണത്തിന് അപ്പുറം പോലും ഭാരതത്തിനുള്ളിൽ മതപരമായ ഒരു വലിയ വിഭാഗീയതയും സമൂഹത്തിലൊരു വലിയ അതിൻ്റെ പേരിൽ ഒരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭാരതത്തിൻ്റെ ഒരു വലിയ ശക്തിയെയാണ് എടുത്തു കാണിക്കുന്നത്.